ഹായ് ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് MBBS അല്ലെങ്കിൽ BDS കിട്ടാനുള്ള റാങ്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ വേണ്ടി പറ്റുന്ന മറ്റു കോഴ്സുകളാണ് മെഡിക്കൽ അലൈഡ് വരുന്നത്. ഇന്ന് നമുക്ക് ആയുർവേദന്റെ ഇതിന്റെ സ്കോപ്പ് അല്ലെങ്കിൽ പ്രീവിയസ് റാങ്ക് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നേരെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ആയുർവേദ കോളേജുകളെ കുറിച്ച്. കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറിലും സെൽഫ് ഫിനാൻസ് സെക്ടറിലും ആയുർവേദ കോളേജുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ, പെരിയാരം, കോട്ടക്കൽ, തൃശ്ശൂർ, തൃപ്പൂണിത്തറ, തിരുവനന്തപുരം ഈ സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ഗവൺമെന്റ് ആയുർവേദ കോളേജുകളുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഹാലിയ, അഷ്ടാംഗം, KMCT, മന്നം, അതേപോലെ തന്നെ മന്നം ആയുർവേദ കോളേജ്, നങ്ങേരി ആയുർവേദ കോളേജ്, പങ്കജ കസ്തൂരി, PNNM, PM പണിക്കർ, MPR, ശാന്തിഗിരി, ശ്രീനാരായണ, വിഷ്ണു ആയുർവേദ കോളേജ്, ഷൊർണൂർ തുടങ്ങി സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയം ആയുർവേദത്തിന്റെ സ്കോപ്പ് എത്രത്തോളമാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തരാം. പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, നമുക്ക് ആയുർവേദത്തിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ സാധാരണഗതിയിൽ നമുക്ക് MBBS കഴിഞ്ഞ് MD എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആയുർവേദത്തിൽ നമ്മളൊരു MD എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്റേണൽ മെഡിസിൻ, അതിന് പ്രത്യേക പേരുകളിലാണ് അറിയപ്പെടുന്ന. കായ ചികിത്സ എന്നറിയപ്പെടും, പീഡിയാട്രിക്സ് ആകുമ്പോൾ കൗമാര വൃത്തിയാണ് അറിയപ്പെടും. അങ്ങനെ ഇന്റേണൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, ആയുർവേദിക് സർജറി, ചാലക്യ തന്ത്ര, അതായത് ENT, ഒഫ്താൽമോളജി, ഒബ്സ്ട്രക്റ്റിവ് ഗൈനക്കോളജി, ടോക്സിക്കോളജി, ആയുർവേദിക് ഫാർമസി ആൻഡ് ഫാർമസ്യൂട്ടിക്സ്, പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ, ഡീടോക്സിഫിക്കേഷൻ. ഏറ്റവും കൂടുതൽ ഇപ്പോഴ് ഡിമാൻഡ് വരുന്ന ഈ പഞ്ചകർമ്മ, ഡീടോക്സിഫിക്കേഷൻ ആൻഡ് റീജുവനേഷൻ തെറാപ്പീസ്, ഇതിലൊക്കെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ പലരും ഈ ആയുർവേദ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ സ്പെഷ്യലൈസേഷനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത കുട്ടികളാണ് ചോദിക്കുക, സാർ അതൊന്നും സ്കോപ്പ് ഇല്ലല്ലോ എന്നൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും എനിക്കറിയുന്നതിന് മുമ്പ്, പഠിപ്പിച്ചത് മുമ്പ് നമ്മൾ പരിചയമുള്ളതായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ആയുർവേദത്തിൽ MD ഒക്കെ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ട് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും, ഇന്ത്യക്ക് പുറത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് സ്കോപ്പ് ഇല്ല, സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ആദ്യം ഇത് മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് രണ്ട് സ്കോപ്പിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള സ്കോപ്പാണ് ഞാനിപ്പോഴേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കറണ്ട് സ്കോപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴുള്ള സ്കോപ്പും ഇപ്പോഴും 2026 എക്സിസ്റ്റിംഗ് കണ്ടീഷണൽ ആയുർവേദക്കുള്ള സ്കോപ്പും, നിങ്ങൾ ഓൾമോസ്റ്റ് ഈ കോഴ്സ് കഴിയുമ്പോൾ 2031, 32 ആ സമയത്തുള്ള സ്കോപ്പും രണ്ടും നിങ്ങളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ആയുർവേദ കഴിഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് ഇത്രയും ഞാൻ കൊടുത്തിരിക്കുന്നത്. ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യാം, ആയുർവേദ ഫിസിഷ്യൻസ് ആയിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യാം, ഹോസ്പിറ്റൽസിൽ, വെൽനസ് സെന്റേഴ്സ് ചെയ്യാം. പിന്നെ ആയുർവേദ ഹോസ്പിറ്റൽസും പഞ്ചകർമ്മ, അല്ലെ നിങ്ങളിപ്പോൾ ഒരു ക്ലിനിക്ക് ഇടുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യാം. ഇഷ്ടംപോലെ പഞ്ചകർമ്മ സെന്റേഴ്സ് ഉണ്ട്, അവിടെ ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യാം, ട്രീറ്റ്മെന്റ്, തെറാപ്പി, പേഷ്യന്റ് കെയർ ആയിട്ട് ചെയ്യാം. പിന്നെ ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, ഇപ്പൊ നിങ്ങൾ ചുമ്മാ ഒന്ന് TV വെച്ച് നോക്കിയാൽ മനസ്സിലാവും എത്ര പ്രോഡക്ട്സ് ആണ്. ഇപ്പൊ കേരളത്തിൽ ഞാൻ ഓരോ ബ്രാൻഡുകളുടെ പേര് പറഞ്ഞില്ല, ഹെയർ ഓയിൽ ആയിക്കഴിഞ്ഞാലും, ഈ പറഞ്ഞിരിക്കുന്ന ഷാംപൂ, ആയുർവേദ ഷാംപൂ ആയിക്കഴിഞ്ഞാലും, കോസ്മെറ്റിക് ഐറ്റംസ് ആയിക്കഴിഞ്ഞാലും, ഈ ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി വലിയൊരു ബൂമിങ്ങിലേക്കാണ് പോകുന്നത്. ഇപ്പൊ മിക്ക പരസ്യം, ഹിന്ദുസ്ഥാൻ ലിവറിന്റെ തന്നെ മിക്ക വലിയ സോപ്പുകളുടെ പരസ്യത്തിലും ആയുർവേദ ഇൻഗ്രീഡിയൻസ് ചേർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ആകർഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അതിന്റെ ക്വാളിറ്റി അഷുറൻസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതിന്റെ ഈ പ്രോഡക്ട്സിന്റെ ഡെവലപ്മെന്റ്, ഇതിലൊക്കെ വലിയ പങ്ക് ഈ BHMS കഴിഞ്ഞ ആൾക്കാർക്ക് വഹിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് മേഖലയിലേക്ക് പോകാം. നിങ്ങൾക്കൊരു ടീച്ചിങ് സ്കിൽ ഉണ്ടെങ്കിൽ ആയുർവേദ ടീച്ചിങ് അക്കാഡമി, ആയുർവേദ കോളേജുകൾ, അതിലേക്കൊക്കെ പോവാം. പിന്നെ വെൽനസ് സെന്റേഴ്സും പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. അപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളം ഒരു ടൂറിസം ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വരും വർഷങ്ങളിൽ 2031 ആകുമ്പോഴത്തേക്ക് കേരളമൊക്കെ വലിയ രീതിയിലുള്ള ടൂറിസം ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെൽനസ് ആൻഡ് പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന് വലിയ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും ഒരുപാട് രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ എന്റർപ്രണർഷിപ്പ്, നിങ്ങൾക്കായിട്ടൊരു സ്ഥാപനം തുടങ്ങുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ആ രീതിയിലും ചിന്തിക്കാം. ഇതാണ് എക്സിസ്റ്റിംഗ് സ്കോപ്പ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് 2031, 32 നോക്കുന്ന സമയത്ത് റൈസിങ് ഗ്ലോബൽ ഡിമാൻഡാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. മിക്ക രാജ്യങ്ങളിലും ഈ ഇത്തരത്തിലുള്ള ഈ അലോപ്പതിക് മെഡിക്കേഷന്റെ കൂടെ ഇത്തരത്തിലുള്ള ഈ നാച്ചുറലായിട്ട്, പ്രകൃതിയായിട്ട് കണക്ട് ചെയ്ത മെഡിക്കേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആലോചനകൾ നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളും ഇങ്ങനെ ഹോളിസ്റ്റിക് ആൻഡ് പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു റൈസിങ് ഗ്ലോബൽ ഡിമാൻഡ് തീർച്ചയായിട്ടും 2031, 32 വർഷങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ പ്രഡിക്ഷൻസ് ആണ്, നമുക്കറിയില്ല എന്താ 2031. പക്ഷെ നമുക്ക് ഇപ്പോഴുള്ള സംഗതികൾ വെച്ച് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ കാര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ മെയിൻ സ്ട്രീം ഹെൽത്ത് കെയറിലെ ഇന്റഗ്രേഷൻ ആണ്. അതായത്
മോഡേൺ മെഡിസിൻസുമായിട്ട് പല രീതിയിലും ആയുർവേദ ക്ലബ് ചെയ്തിട്ട് അതിൻ്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു 3-4 വർഷം കഴിയുമ്പോൾ തന്നെ മോഡേൺ മെഡിസിനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ക്ലബ് ചെയ്തിട്ട് ആയുർവേദൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. പിന്നെ റിസർച്ച് ആൻഡ് എവിഡൻസ് ബേസ്ഡ് ഗ്രോത്ത്, കൂടുതൽ ക്ലിനിക്കൽ റിസർച്ച്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓരോ അസുഖങ്ങളുള്ള മരുന്ന്, ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം വാക്സിൻസ് കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ രീതിയിലുള്ള അസുഖങ്ങൾക്കും കൂടുതൽ ക്ലിനിക്കൽ റിസർച്ച്, പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്നുകൊണ്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആയുർവേദ മെഡിസിൻസ് വെച്ചുള്ള ക്ലിനിക്കൽ റിസർച്ച് 2-5 വർഷം കൊണ്ട് വലിയ രീതിയിൽ ഒരു ബൂമിംഗ് ഉണ്ടാവും. അത് നമുക്കൊരു വലിയൊരു ഹോപ്പ് നൽകുന്ന കാര്യമാണ്. പിന്നെ ഡിജിറ്റൽ ആയുർവേദാണ് ടെലി കൺസൾട്ടേഷൻ. സാധാരണഗതിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നതാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ. അതേപോലെ തന്നെ ഡിജിറ്റൽ ആയുർവേദ, ഓൺലൈൻ കൺസൾട്ടേഷൻ, ടെലി കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് സ്കോപ്പ് വർദ്ധിക്കാം. പിന്നെ ആയുർവേദ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇൻഡസ്ട്രി, ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ വെൽനസ്, ഓർഗാനിക് പ്രോഡക്ട്സ്, ഹെർബൽ. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഓർഗാനിക് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ഹെർബൽ കോസ്മെറ്റിക്സ്, ഓർഗാനിക് പ്രോഡക്റ്റ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഇതിൻ്റെയൊക്കെ ഇൻഡസ്ട്രിയിലും വലിയൊരു ബൂമിംഗ് ഉണ്ടാവും. അത് നമുക്കൊരു സ്കോപ്പ് വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റർനാഷണൽ കരിയേഴ്സിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പല കുട്ടികളും ഞാൻ കാണാം സാറേ BHMS കഴിഞ്ഞു വെറുതെ BAMS കഴിഞ്ഞു വെറുതെ വീട്ടിലിരിക്കുകയാണ്. അപ്പം നിങ്ങളതിൻ്റെ അവസരങ്ങൾ കണ്ടെത്തണം. അപ്പം നമ്മൾ തേടി പിടിക്കാനാണ്. ഇനിയിപ്പോൾ MBBS കഴിഞ്ഞാൽ തന്നെ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവസരം കിട്ടില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ വഴി തേടി കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ ഒരു സ്ട്രോങ്ങർ ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ ഒരു എൻ്റർപ്രണറായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെയുള്ള സാധ്യതകൾ ആയുർവേദക്കുണ്ട്. അപ്പോൾ അതിനൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഈ സ്പെഷ്യലൈസേഷൻസും ചെയ്യാം. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് ഇനി നമുക്ക് അറിയേണ്ടത് ഈ വർഷം നിങ്ങളുടെ സ്കോപ്പ് എന്താണ് എന്നാണ്. നിങ്ങൾക്ക് ഈ വർഷം ആയുർവേദ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഈ ഒരു ഡിസ്പ്ലേ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പരമാവധി വലുതാക്കിയിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ചെറിയ ലെറ്റേഴ്സാണ്, ഞാൻ വായിക്കാം. കണ്ണൂർ ആയുർവേദ കോളേജ് പെരിയാരത്ത് ഗവൺമെന്റ് 2025 ഡാറ്റയാണിത്. ഏകദേശം ഇതുമായിട്ട് കോറിലേറ്റഡ് ആയിട്ടാണ് വരിക. അപ്പോൾ കണ്ണൂർ ലാസ്റ്റ് പോയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റ്. നിങ്ങളുടെ റാങ്ക് നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. നിങ്ങളൊരു ആയുർവേദ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ മാത്രം ഇത് കണ്ടാൽ മതി. നിങ്ങളുടെ റാങ്ക് നിങ്ങളുടെ മനസ്സിൽ വേണം. ഗവൺമെന്റ് റാങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ 11,264 വരെയാണ് കണ്ണൂർ പോയിരിക്കുന്നത്. ഈഴവ ആ സമയത്ത് 13,670, മുസ്ലിം 13,000-ഓളം പോയിട്ടുണ്ട്. ബാക്ക്വേർഡ് ഹിന്ദു 13,622. LA കാറ്റഗറി DV VK. നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കാം. LA DV VK BX. LA 18,488, DV 14,638, VK 13,618, BX 16,900, KN 26,545, KU 34,160, SC 22,295. ST ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇതൊന്നും ഉൾപ്പെടുത്താത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കാറ്റഗറി പറഞ്ഞില്ല എന്ന്. ഇപ്പോൾ ഒരുവിധം എല്ലാ കാറ്റഗറി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരാതിക്കിടയാക്കേണ്ട. അത് ഞാൻ കഴിഞ്ഞ സ്പേസ് കുറവായതുകൊണ്ടാണ് ഇവിടെ കട്ട് ചെയ്തത് കേട്ടോ. അല്ലാണ്ട് ഒരു കാറ്റഗറിന് ഉൾപ്പെടുത്താത്തതല്ല. SC വിഭാഗത്തിന് 22,295 വരെയും ST വിഭാഗത്തിന് 36,710 വരെയും പോയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഏകദേശം ഗവൺമെന്റ് കോളേജിൽ കിട്ടുമെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും. കോട്ടക്കലാണെങ്കിൽ 9,168 സ്റ്റേറ്റ് മെറിറ്റ്. ഈഴവ 11,300 വരെ പോയിട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിന് 9,700 വരെ പോയിട്ടുണ്ട്. ബാക്ക്വേർഡ് ഹിന്ദു 11,876 വരെ പോയിട്ടുണ്ട്. LA 20,478, DV 16,160, VK 14,768. മറ്റേ ഡാറ്റ അവൈലബിൾ അല്ല. അങ്ങനെ SC ST വിഭാഗമൊക്കെ ആകുമ്പോൾ 20,506 മുതൽ. അപ്പോൾ ST വിഭാഗത്തിലൊക്കെ 30,000 റാങ്ക് വരെയൊക്കെ നമുക്ക് ആയുർവേദ കോട്ടക്കൽ കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് പറയാം. പിന്നെ ഒല്ലൂർ ആ സമയത്ത് 11,275 വരെയാണ് സ്റ്റേറ്റ് മെറിറ്റ് പോയത്. ഈഴവ 13,579, മുസ്ലിം 13,182, ബാക്ക്വേർഡ് ഹിന്ദു 14,551, മറ്റു വിഭാഗങ്ങൾ LA 19,244, DV 20,692, VK 14,458, BX 15,230, KN 20,053, SC വിഭാഗം 21,516 വരെയും ST വിഭാഗം 31,628 വരെയും പോയിട്ടുണ്ട്. ഇനി തൃപ്പൂണിത്തറയും തിരുവനന്തപുരം നോക്കാം. തൃപ്പൂണിത്തറയിൽ ഏറ്റവും കൂടുതൽ നല്ല സെലക്ഷനായിട്ട് കുട്ടികൾ എടുത്തിരിക്കുന്നത് തിരുവനന്തപുരമാണെന്ന് മനസ്സിലാവും ആയുർവേദ കോളേജ്. കാരണം 8,703 ആകുമ്പോഴത്തേക്കും ജനറൽ വിഭാഗത്തിലെ സീറ്റുകൾ തീർന്നു. 11,281 വരെ തൃപ്പൂണിത്തറ പോയിട്ടുണ്ട്. അത് അങ്ങനെ പോയിട്ട് ഈഴവയാകുമ്പോൾ 10,704, തൃപ്പൂണിത്തറ 11,866, മുസ്ലിം വിഭാഗത്തിൽ 11,332, 12,328. അങ്ങനെ അവസാനം ST ST വിഭാഗം 20,123, ഇവിടെ 20,000 ഏകദേശം ഒരേപോലെ തന്നെയാണ്. 31,000, 28,000 അത്രയും റാങ്കിലേക്ക് പോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക്
സ്വകാര്യ മേഖലേൻ്റെ റാങ്ക് നോക്കിയാൽ മനസ്സിലാവും. ഓൾമോസ്റ്റ് 44,000. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 44,000, 44,000, 35,000, ഓൾമോസ്റ്റ് 45,000 റാങ്ക് വരെ, 45,000 റാങ്ക് വരെ ഇവിടെ സ്വകാര്യ ആയുർവേദ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റാങ്ക് സാധ്യതകൾ മനസ്സിലാക്കി. പിന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ആയുർവേദ നിങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു സംഗതിയല്ല. വരും കാലത്ത് തീർച്ചയായിട്ടും ഇത്തരം സ്കോപ്പുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ BAMS ആയുർവേദ സ്വപ്നങ്ങളായിട്ട് മുന്നോട്ട് പോവുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.